നമസ്കാരം. പാക് അധീന കശ്മീരിൽ അരങ്ങേറി വരുന്ന പ്രക്ഷോഭങ്ങൾ ഇന്ത്യ ഓരോ നിമിഷവും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടയിൽ POKയിൽ നടന്ന ഏറ്റവും ഗൗരവതരമേറിയ പ്രക്ഷോഭമാണ് ഇപ്പോഴത്തേത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ പാക് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടായി കൂടിയാണ് ഈ POKയിലെ പ്രക്ഷോഭങ്ങളെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. നിലവിൽ POKയിലെ പ്രക്ഷോഭകർ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ തന്നെയാണ്. കേന്ദ്രത്തിന്റെ തന്ത്രവും ഇതുതന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം ലോക പ്ലാറ്റ്ഫോമുകളിൽ ജമ്മു കാശ്മീർ വീണ്ടും ചർച്ചയാക്കുക എന്നുള്ള ഒരു വലിയ തന്ത്രം, അങ്ങനെ ഒരു ലക്ഷ്യം കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട്. POKയും ജമ്മു കാശ്മീരും തമ്മിലുള്ള ഈ താരതമ്യം അത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നുകൂടി വിലയിരുത്തപ്പെടുന്നു. G20 ഉച്ചകോടിക്ക് ശ്രീനഗർ ആതിഥേയത്വം വഹിച്ചത് മുതൽ അക്രമരഹിതമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പും വമ്പൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകൾ വരെ ഇനിയും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിലൂടെ POKയിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ അന്താരാഷ്ട്ര സമൂഹം ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും കരുതപ്പെടുന്നു. എന്തായാലും POK പ്രക്ഷോഭങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിന് പിന്നിലും ഇതുതന്നെയാണ്. ജമ്മു കാശ്മീരുമായി ഒരു താരതമ്യം എന്ന രീതിയിൽ ഇതിനെ ചർച്ചയാക്കുക, അതിനുശേഷം POKയുടെ ഭാവിക്കും നിലനിൽപ്പിനുമൊക്കെ വേണ്ടി അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് കൃത്യമായി സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ അതുതന്നെയാണ് POKയിൽ ഉയർന്നു കേൾക്കുന്നതും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ജമ്മു കാശ്മീർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.